സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ആരാധകരുള്ള ഒരു താരമാണ് ദിയ കൃഷ്ണ. തന്റെ ജീവിതവിശേഷം, യാത്രാവിശേഷം ദിയ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട്. ദിയയുടെ പ്രണയം, ബ്രേക്കപ്പ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് ചർച്ചയാവാറുള്ളത്. നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ ഇതുവരെ സിനിമയിലൊന്നും മുഖം കാണിച്ചിട്ടില്ലെങ്കിലും അഹാനിയേക്കാളും ഇഷാനിയേക്കാളും അൻസികയേക്കാളും വളരെയധികം ആരാധകർ ഇന്ന് ദിയക്കാണുള്ളത്. ലോക്ക്ഡൌൺ കാലത്താണ് ദിയ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും സജീവ സാന്നിധ്യമായി തുടർന്നത്. വെറും ഒരു യൂട്യൂബർ മാത്രമല്ല ദിയ കൃഷ്ണ. ഓബിയോസി എന്ന പേരിൽ വസ്ത്രങ്ങളും ഫാൻസി ആഭരണങ്ങളുടെയും ഒരു ബിസിനസ് തന്നെ ഇന്ന് ദിയക്കുണ്ട്. ഇതുവരെയുള്ള ജീവിതത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും തന്റെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ദിയ കൃഷ്ണ. ഇപ്പോൾ ഇതാ ദിയ കൃഷ്ണയുടെ ഏറ്റവും പുതിയ പോസ്റ്റാണ് വൈറലാവുന്നത്. കയ്യിൽ മോതിരം അണിഞ്ഞ ഒരു പുരുഷന്റെയും തോന്നിപ്പിക്കുന്ന കൈ തന്റെ കൈയോട് ചേർത്ത് വെച്ച് വളരെയധികം നാണത്തോടു കൂടി നിൽക്കുന്ന ദിയ കൃഷ്ണയെയാണ് പുതിയ പോസ്റ്റിൽ കാണുന്നത്. ഞാൻ യെസ് പറഞ്ഞു എന്നാണ് ദിയ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ്. ഒപ്പം മോതിരത്തിന്റെ ഒരു ചെറിയ ഇമോജിയും ചേർത്തിട്ടുണ്ട്. സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ ASK അഭിജിത്താണ് ദിയയുടെ പുത്തൻ ചിത്രം പകർത്തിയിരിക്കുന്നത്. എന്നാൽ ആരുടെ കൈകളിലാണ് താൻ പിടിച്ചിരിക്കുന്നതെന്നും ആരുമായാണ് പ്രണയത്തിലായതെന്നും ദിയ വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം ദിയയുടെ ആരാധകർ ഊഹങ്ങൾ കമന്റായി എഴുതിയിട്ടുമുണ്ട്. ആ ഭാഗ്യവാൻ അസിൻ അല്ലേ? യെസ് പറഞ്ഞിട്ട് കുറെ കാലമായല്ലോ. യെസ് പറഞ്ഞത് ഇപ്പോഴാണല്ലേ? ഒടുവിൽ ദിയ അവളുടെ സ്നേഹം കണ്ടെത്തി. ദിയ വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്നിങ്ങനെല്ലാമാണ് കമന്റുകളായി പറയുന്നത്. ആരാധകർ പറയുന്ന അസിൻ ദിയയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ മാത്രമാണ്. ദിയയുടെ യാത്രകളിൽ ഒട്ടുമിക്ക യൂട്യൂബ് വീഡിയോയിലും കാണുന്നത് അസിനോടൊപ്പമുള്ള വീഡിയോസ് ആണ്. ഇരുവരും വർഷങ്ങളായുള്ള പരിചയം ഉണ്ട്. മുമ്പൊരു പ്രണയം പരാജയമാതിന്റെ വിവരം മറച്ചുവെക്കാത്ത ആളാണ് ദിയ കൃഷ്ണ. അതിൽ നിന്നും കരകയറുന്ന വേളയിൽ ഹസിനെ ദിയയോടൊപ്പം കാണാൻ തുടങ്ങിയിട്ട് പല ഊഹാഭോഗങ്ങളും ആരാധകരിൽ നിറഞ്ഞു നിന്നിരുന്നു. ഹസിനുമായി ഡേറ്റിംഗ് ആണോ, വിവാഹ നിശ്ചയം കഴിഞ്ഞോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പ്രണയമുണ്ടോ എന്ന ചോദ്യത്തിന് താൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. നല്ല പ്രണയം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കുറച്ചു മുമ്പ് ദിയ പറഞ്ഞത്. ഇതിനു മുമ്പ് വൈഷ്ണവ് എന്ന സുഹൃത്തുമായി ദിയ പ്രണയത്തിലായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഇരുവരും ബ്രേക്കപ്പ് ആയത്. 2023 താനെടുത്ത ഏറ്റവും നല്ല തീരുമാനം ബ്രേക്കപ്പ് ആയിരുന്നു എന്ന് ദിയ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. 2023 കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള ആളുകളെ ചേർത്ത് നിർത്തണമെന്നും എങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തണമെന്നും മനസ്സിലായി. സുഹൃത്തുക്കളായി കൂടെ നിന്നിട്ട് ഓന്തിന്റെ സ്വഭാവം കാണിക്കുന്നവരും തിരിച്ചറിയാം. അവരിൽ ചിലർ ഇപ്പോഴും പരിചയത്തിലുണ്ട്. ഞാൻ അവരോട് സംസാരിക്കാറുമുണ്ട്. ഇതെല്ലാമാണ് പ്രണയ പരാജയത്തെ കുറിച്ച് ഒരിക്കൽ ദിയ പറഞ്ഞിരുന്നത്. ഫോട്ടോ വൈറലായതോടെ ഫോട്ടോസിൽ അശ്വിനെ നിർത്തി പകർത്തിയ ചിത്രമാണോ എന്നും ആരാധകരിൽ സംശയം ഉന്നയിക്കുന്നു.